ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസന കാര്യത്തിൽ ജനങ്ങളുടെ ആവശ്യമാണ് ആദ്യം നടപ്പാക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം ചൂടി കണ്ണൂർ ജില്ല. തൃശൂരിന് 2ാം സ്ഥാനം. ന്യൂസിലൻഡിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 338 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ സിംഗൂരിൽ 830 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിനെ ഉൽപാദന, വ്യാപാര, ലോജിസ്റ്റിക്സ് മേഖലകളുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സ്തംഭങ്ങളാണ് ഈ പദ്ധതികളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. बालागढ़ में बनने वाला एक्सटेंडेड पोर्ट गेट सिस्टम हुगली और आसपास के इलाकों के लिए नए अवसरों का द्वार खोलेगा. इससे कोलकाता शहर में ट्रैफिक और लॉजिस्टिक का दबाव कम होगा. गंगा जी पर जो जलमार्ग बना है उसके जरिए कार्गो मूवमेंट और बढ़ेगा. ये पूरा इंफ्रास्ट्रक्चर हुगली को वेयरहाउसिंग और ट्रेडिंग हब बनाने में मदद करेगा. അസമിലെ നാഗോൺ ജില്ലയിലെ കാലിയബോറിൽ 6950 കോടിയിലധികം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതിയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചു. രാജ്യവികസനത്തിന്റെ നട്ടെല്ലാണ് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി. ന്യൂഡൽഹിയിൽ PM വിശ്വകർമ്മ ഹാത്ത് 2026ന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമായി കരകൌശല വിദഗ്ധരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയാണ് PM വിശ്വകർമ്മ ഹാത്ത്. കരകൌശല തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള വേദിയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 117ലധികം കരകൌശല വിദഗ്ധർ പങ്കെടുക്കുന്ന പരിപാടി ഈ മാസം 31-ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നാളെ ഇന്ത്യ സന്ദർശിക്കും. പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ 3ാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത്. ഇന്ത്യ UAE തന്ത്രപരമായ സമഗ്ര പങ്കാളിത്തം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും ഈ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും അവസരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റർ സ്റ്റീവ് ഡെയ്ൻസുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും അതിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച നടത്തിയതായി ജയശങ്കർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാരകലയുടെ സ്വർണ്ണ കിരീടം കണ്ണൂരിന് സ്വന്തം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവസാന നിമിഷം വരെ നീണ്ട പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് കണ്ണൂരിന്റെ കിരീട നേട്ടം. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ തൃശൂരാണ് 2ാം സ്ഥാനത്ത്. കണ്ണൂർ 1028 പോയിന്റ് സ്വന്തമാക്കിയപ്പോൾ തൃശൂർ 1023 പോയിന്റ് നേടി. 3ാം സ്ഥാനത്തെത്തിയ കോഴിക്കോട് 1017 പോയിന്റ് നേടി. സ്കൂളുകളിൽ ആലത്തൂർ, ഗുരുകുലം, HSS 1ാം സ്ഥാനം നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കലോത്സവത്തിന്റെ 1ാം വേദിയായ സൂര്യകാന്തിയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി സായാഹ്നത്തിൽ കണ്ണൂർ ജില്ല കലയുടെ സുവർണക്കപ്പ് ഉയർത്തി. ആതിഥേയരായ തൃശൂരിനെ അവസാന നിമിഷം വരെ നീണ്ടുനിന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പിന്തള്ളിയാണ് കണ്ണൂർ സുവർണ കിരീടത്തിൽ മുത്തമിട്ടത്. മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 1028 പോയിന്റുകളുമായാണ് കണ്ണൂർ ഒന്നാമതെത്തിയത്. തൊട്ടുപിന്നാലെ 1023 പോയിന്റുകളുമായി തൃശൂർ 2ാം സ്ഥാനം നേടി. ഒരു ഘട്ടത്തിൽ തൃശൂർ മുന്നിലെത്തിയെങ്കിലും അവസാന ഫലങ്ങൾ പുറത്തുവന്നതോടെ കണ്ണൂർ കലാകിരീടം ഉറപ്പിക്കുകയായിരുന്നു. 1017 പോയിന്റുകളുമായി 3ാം സ്ഥാനത്തെത്തിയത് കോഴിക്കോട് ജില്ലയാണ്. കുട്ടികൾ തങ്ങളിലെ കലയെ യുവജനോത്സവ വേദികളിലേക്ക് മാത്രമായി ചുരുക്കരുതെന്ന് ചലച്ചിത്ര താരം മോഹൻലാൽ പറഞ്ഞു. വൈകുന്നേരം തേക്കിൻകാട് മൈതാനത്ത് നടന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു.
വികസന കാര്യത്തിൽ ജനങ്ങളുടെ ആവശ്യമാണ് ആദ്യം നടപ്പാക്കേണ്ടതെന്നും രാഷ്ട്രീയ പാർട്ടികൾ അവകാശവാദം ഉന്നയിക്കുന്നത് അതിനുശേഷം മതിയെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പാലക്കാട് അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേരത്തെ തന്നെ ക്രെഡിറ്റ് ആർക്ക് ലഭിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ വികസനമുണ്ടാവില്ലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 കൊല്ലത്ത് തുടക്കമായി. ക്ഷീരസംഗമം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ പാൽ ഉൽപാദനം 10 ലക്ഷം ലിറ്ററിലധികം വർദ്ധിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി ആശ്രാമ മൈതാനത്തൊരുക്കിയ കേരള ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29-ന് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. 2024-25 ഇന്ത്യയിലെ വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ 2701 കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തി. 2013-14 67,962 കോടി രൂപയുടെ നഷ്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ലാഭം പുരോഗതിയെ സൂചിപ്പിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു. ഇത് വിതരണ മേഖലയുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നിരവധി നടപടികളുടെ ഫലമാണെന്നും കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ അഭിപ്രായപ്പെട്ടു. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നാളെ വരെ മൂടൽമഞ്ഞ് നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. ഡൽഹിയിലേക്ക് പോകുന്ന 50-ലധികം ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. യാത്രക്കാർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് ട്രെയിനുകളുടെ ഏറ്റവും പുതിയ സ്ഥിതി പരിശോധിക്കാൻ റെയിൽവേ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പൈലറ്റ് കേന്ദ്രം നാളെ കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ എന്നിവരും പങ്കെടുക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറന്റ് എന്ന പേരിൽ ഭിന്നശേഷി സർഗോത്സവം സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നാളെ മന്ത്രി R ബിന്ദു നിർവഹിക്കും. മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ജനുവരി 21 വരെയാണ് വിവിധ പരിപാടികളോടെ സർഗോത്സവം നടക്കുന്നത്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള കുംഭമേളയെന്ന് വിശേഷിപ്പിക്കുന്ന പ്രഥമ മഹാമാഘ മഹോത്സവം നാളെ മുതൽ ഫെബ്രുവരി 3 വരെ തിരുനാവായയിൽ നടക്കും. മാഘഗുപ്ത നവരാത്രി ആരംഭ ദിനമായ നാളെ രാവിലെ 11-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധ്വജാരോഹണം നടത്തി മേള ഉദ്ഘാടനം ചെയ്യും. ന്യൂസിലൻഡിനെതിരെ ഇൻഡോറിൽ നടക്കുന്ന 3ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 338 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റിന് 337 റൺസ് എടുത്തു. ന്യൂസിലൻഡിനായി ഡാരിൽ മിച്ചലും ഗ്ലെൻ ഫിലിപ്സും സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 36 ഓവറിൽ 6 വിക്കറ്റിന് 195 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിൽ SIR-ന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.tci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ചുള്ള ചർച്ചയുടെ ആദ്യ ഭാഗം ഇന്ന് രാത്രി 11 മണിക്ക് കേൾക്കാം.
പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസന കാര്യത്തിൽ ജനങ്ങളുടെ ആവശ്യമാണ് ആദ്യം നടപ്പാക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം ചൂടി കണ്ണൂർ ജില്ല. തൃശൂരിന് 2ാം സ്ഥാനം. ന്യൂസിലൻഡിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 338 റൺസ് വിജയലക്ഷ്യം.